വെറും 21 മിനിറ്റിനുള്ളിൽ നിയന്ത്രണ രേഖ കടന്ന് കനത്ത പ്രഹരമേൽപ്പിച്ച് വിമാനങ്ങൾ മടങ്ങിയെത്തി. അത്യാധുനിക ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള 12 മിറാഷ് 2000 വിഭാഗത്തിലെ പോർവിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. 1980കളിലാണ് ഫ്രഞ്ച് നിർമ്മിത പോർവിമാനമായ മിറാഷ് 2000 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് മിറാഷ് വിമാനങ്ങളാണ്. ലേസർ ഗൈഡഡ് ബോംബുകൾ, ന്യൂക്ലിയർ, ക്രൂസ് മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന് 6.3 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട്. വേഗതയ്ക്കൊപ്പം കൃത്യതയുടെ മികവാണ് ഈ വിമാനത്തെ ആകാശത്തെ മികച്ച പോരാളിയാക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെ ആകാശത്തെത്താൻ മിറാഷിനാകും. 14.36 മീറ്റർ നീളവും 5.20 മീറ്റർ ഉയരവും 9.13 മീറ്റർ വിങ് സ്പാനുമുള്ള വിമാനം ഒരു ഫൈറ്റർ പൈലറ്റിനെയാണ് ഉൾക്കൊള്ളുക. നിലവിൽ M2000H, M2000TH, M2000IT എന്നീ ശ്രേണികളിലായി ഏകദേശം 44 മിറാഷ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട്. 2030 ഇതിൽ ഒട്ടുമിക്ക വിമാനങ്ങളും വിരമിക്കും. ഇതിന്റെ വില ഏകദേശം 23 ദശലക്ഷം അമേരിക്കൻ ഡോളറാണ്. ഇന്ത്യൻ വ്യോമസേന ഇതിനിട്ടിരിക്കുന്ന പേര് വജ്ര എന്നാണ്. പ്രയാസമേറിയ ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ലേസർ ബോംബുകൾ 1960 അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിന് വേണ്ടിയാണ് ആദ്യമായി വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിന്റെ കൃത്യത വ്യക്തമായതോടെ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ ബോംബുകൾ നിർമ്മിച്ചു തുടങ്ങി. പോർവിമാനങ്ങളിൽ നിന്നും ലേസർ സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യം കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം അതേ പാതയിൽ സഞ്ചരിച്ച് പ്രഹരിക്കാനുള്ള കഴിവുള്ളതാണ് ലേസർ ബോംബുകൾ. 2006 രൂപകൽപ്പന പൂർത്തിയായെങ്കിലും 7 വർഷത്തിന് ശേഷമാണ് വിജയകരമായി പരീക്ഷിച്ചത്. ഇതോടെ ഈ സംവിധാനം വ്യോമസേനയുടെ ഭാഗമായി ഭാരത് ഇലക്ട്രോണിക്സ് ആണ് സുദർശൻ നിർമ്മിക്കുന്നത്. 450 കിലോ ഭാരമുള്ള ബോംബ് ഏകദേശം 9 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ പ്രയോഗിക്കാൻ സാധിക്കും. MiG-27, ജാഗുർ, സുഖൈ 30, മിറാഷ് എന്നീ പോർവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ് സുദർശൻ. ഇന്ന് ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് GPS-ന്റെ സഹായത്തോടെ ലേസർ വഴി നിയന്ത്രിക്കാനാകുന്ന ആധുനിക ലോകത്തെ ഈ സുദർശന ചക്രം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.